അത് നല്ല ഭരണമാണല്ലോ ഇപ്പോൾ നടക്കണത്. അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഭരണം എന്താ ഇപ്പോൾ ഇവിടെ ഗുണമുള്ളത്? ഇന്നലെയും തല്ലും പിടിയുന്നായിട്ടും തന്നെയല്ലേ. എന്താണ് അത് കള്ളത്തരല്ലേ? നിങ്ങൾ കാണില്ലേ? നിങ്ങളതല്ലേ ചാനലിൽ ഇതൊക്കെ പിടിക്കണേ. മുഴുവൻ കള്ളത്തരം പറയുക. കള്ളിയും കൊലയും കക്കല് മുക്കല് നെക്കല് ഇതന്നെ ഇപ്പോൾ പരിപാടി, വേറൊന്നുമില്ല. അപ്പോൾ ആ കളവ് ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. 5 കൊല്ലം അത് ഒരു ഭരണത്തിന് കൊടുത്തത് രണ്ടാമത് നന്നാവും എന്ന് വിചാരിച്ചു. ഇതേടാ നന്നാനുള്ള വഷളാകുക. അപ്പോൾ പിന്നെ അത് നന്നാവില്ല. അപ്പം ഇനി ഏതായാലും ആൾക്കാർ അതിന് സപ്പോർട്ട് ചെയ്യൂല. ചേച്ചിക്ക് ഇപ്പോഴുള്ള സർക്കാർ തന്നെ ഇനിയും വരണം എന്ന് ആഗ്രഹമുണ്ടോ അതോ മാറണോ? ആഗ്രഹമുണ്ട്. അതന്നെ. അതെന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് പെൻഷൻ നല്ലോണം കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ആ മാസം തീരുമ്പോൾ കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലുത്. സുഖരാ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടണത് ഇപ്പം അതല്ല നമ്മൾ നോക്കേണ്ടത്. അതിന് മാറ്റമില്ല. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഭരണം മാറണം എന്നുള്ള ഏതൊരാൾക്കും ആലോചിക്കാവുന്ന ഒരു വിഷയമുള്ളല്ലോ. കാരണം ഞങ്ങൾ ജോലിയിൽ അനുഭവിക്കുന്നുണ്ട് ആ വിഷയങ്ങൾ. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ പെർമിഷൻ കാര്യങ്ങളൊക്കെ ഒരുപാട് മടങ്ങ് കൂടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തൊഴിൽ മേഖല ഞാനൊക്കെ ഒരു ടിപ്പർ ഡ്രൈവറാണ്. അതിൽ വല്ലാതെ നമ്മൾ ക്ഷീണം കാണുന്നുണ്ട്. കോറികളൊന്നുമില്ല, എല്ലാ മേഖലയിലും ക്ഷീണം തന്നെയാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ തൊഴിലാളികൾക്ക് ഒരു നിലക്കും മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം കഴിഞ്ഞു പോകണം. സംസ്ഥാനത്ത് ഇപ്രാവശ്യം ഭരണം മാറണോ അതോ തുടരണം? എന്തുകൊണ്ടാണ്? LDF പെൻഷനായാലും നല്ല വിധത്തിൽ എല്ലാവർക്കും അത് അവരെ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്നു. LDF എന്തിനും ജനങ്ങൾക്കൊപ്പം ഉണ്ട്. തുടരും. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്. സർക്കാരിൻ്റെ ഒരു മോശം എന്താ? സർക്കാരിൻ്റെ പരാജയം എന്താ? സർക്കാരിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഈ എല്ലാ സ്ഥലത്തും വിലക്കായിട്ട് കുറച്ച് കൂടുതലുണ്ട്. ജനങ്ങൾക്ക് ഭരണം എല്ലാം അടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഈ ഭരണത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എന്താ കാണുന്നത്? ഭരണത്തിൻ്റെ പ്രശ്നമല്ല മൊത്തം കാരണം. ഇപ്പം നികുതി പണം, ഇപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നികുതി എത്ര കൂട്ടിയെന്നുള്ളത്. ഈ ഓട്ടോറിക്ഷ ഇപ്പം ബ്രേക്ക് എടുക്കണമെങ്കിൽ 1000 രൂപേൻ്റെ ചോട വേണ്ടിയത് ഇപ്പോൾ 5000 വേണം. പിന്നെ അതിൻ്റെ ക്ഷേമനിധി, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. സാധാരണക്കാരന് ഉപകാരമുള്ള അത് കേന്ദ്ര സർക്കാരും ഇല്ല, കേരള സർക്കാരും ഇല്ല, ഒരു ഉപകാരമില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എന്ത് സംഗതി ഉണ്ടോ അത് മാത്രമേ വലിയ ചെയ്തു കൊണ്ടുവരുന്നുള്ളൂ. സർക്കാർ മാറും വിചാരിക്കില്ല, മാറണം നിർബന്ധം. ഭരണം ഇടതുപക്ഷം തന്നെ വയ്ക്കണം ഇവിടെ. എന്നാലേ ഉള്ളൂ ഇവിടെ ഒരു മെച്ചം ഉണ്ടാവുള്ളൂ എല്ലാം കൊണ്ടും. ഒരു പെൻഷൻ വരെ കിട്ടൂല. ഒരു ഭരിച്ചാൽ പെൻഷൻ വരെ കിട്ടൂല. കച്ചറക്ക് ഒക്കെ മെനക്കേണ്ടി വരും. ഇതിപ്പോൾ മാസാമാസം പെൻഷൻ വന്നില്ലേ, മാസത്തെ ലാസ്റ്റ് വന്ന് അങ്ങനെയല്ല, കഴിഞ്ഞ മാസത്തെ ഒക്കെ വന്ന് എല്ലാ പെൻഷനും വന്നുകൊണ്ടിരിക്കുക. എന്നാ വെച്ചാൽ മൊത്തം മുന്നേ 10 ഉറുപ്പ്യൻ്റെ 50 രൂപയുടെ ടിക്കറ്റ് ഇട്ടു. അപ്പോൾ കിട്ടുന്നത് 6 ചില്ലറി 3 പൈസ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിനെങ്ങനെ പിന്നെ പെട്രോളാണ് അന്ന് 60 ഉറുപ്പ്യ ഇല്ല, ഇപ്പോൾ 110 ഉറുപ്പ്യ ഇട്ടല്ലേ. അങ്ങനെ പിന്നെ ഏടാ കഴിച്ചില്ലാക 80 ടിക്കറ്റൊക്കെ വിറ്റാൽ വണ്ടി ഓടിക്കാനുണ്ടോ? ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനില്ല. ഒക്കെ ഒന്ന് പൈസ കൂട്ടാൻ പറയും. അത് തന്നെ സർക്കാർ മാറണമെന്നൊരു അഭിപ്രായം എന്താ ചോദിക്കട്ടെ. മാറിയില്ല എമ്പൊക്കൊന്നുമില്ല. നമ്മളെ കാര്യം നോക്കിയാൽ അതുപോലെ മാറിയാൽ വേണ്ടിയില്ല. ആരും അതായാലും 9 അതൊക്കെ കമ്മീഷൻ നന്നായിട്ട് കുറച്ചല്ലേ? എത്രയോ കുറച്ച് 10 കൊല്ലം മുന്നേ ഉള്ള 10 രൂപ ടിക്കറ്റിന് ഇപ്പം കിട്ടുന്നത് 6 രൂപ 3 6 3. അതായത് 50 രൂപേൻ്റെ ടിക്കറ്റ് കിട്ടാൻ നേരത്തെ 10 രൂപ കിട്ടിയിരുന്നു, ഇപ്പൊ 6 രൂപ കിട്ടുന്നുള്ളൂ. 10 കൊല്ലം മുന്നേ. ഇപ്പൊ 6 രൂപയാണ് കിട്ടുന്നത്, 6 3 അത് കുറെ കൂട്ടാൻ വേണ്ടി. പിന്നെ അന്നത്തെ ചെലവെല്ലാം അന്ന് എന്തിനു മാറിയ നല്ല ഭരണമല്ലേ. ഈ UDFിൻ്റെ ആരാ നേതൃസ്ഥാനത്ത്? VD സതീശനോ? അയാൾക്കൊന്നും ഒരു അറിവില്ല. എൻ്റെ വ്യക്തിപരമായിട്ട് അയാൾ ഒരു നല്ലൊരു വാക്ക് പറഞ്ഞാൽ അതിനെ കേട്ടില്ല. ഒരു LDFിന് വരും വരണം. സംസ്ഥാനത്തൊരു ഭരണമാറ്റം ഉണ്ടാവുമോ അതോ LDF തുടരുമോ? UDF വേണം എന്നാണ് ആഗ്രഹം. LDFിൻ്റെ ഭരണം മോശമാണ്. കുറച്ച് മുമ്പ് ഒരു UDFിൻ്റെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം LDFിലേക്ക് അത് തിരിച്ചു വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ജനപ്രിയമായ കുറേ പരിഷ്കാരങ്ങളൊക്കെ വന്നതോടുകൂടി ഇനി എന്താണ്, ഇലക്ഷനല്ലേ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഭരണം മാറാൻ ചാൻസ് ഉണ്ടെന്നാണെന്ന് എന്തായാലും മാറും. ഭരണം അത്രയും മോശമാണോ? ഭരണം എങ്ങനെ? ഭരണം അത്ര മോശമല്ല, പക്ഷെ ഭരണവിരുദ്ധ വികാരം നല്ലോണ്ട്. എങ്ങനെ? കാരണം ഒരുപാട് ടാക്സുകൾ വർദ്ധിപ്പിച്ച്, പിന്നെ ഇപ്പോൾ ഈ ഇതായിട്ടുള്ള ശബരിമല, മെയിനായി ശബരിമല ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. സർക്കാർ മാറി വരാനൊക്കെ ആഗ്രഹമുണ്ട്. നല്ലൊരു സർക്കാർ വരാൻ ആഗ്രഹമുണ്ട്. സംസ്ഥാനത്ത് എന്താ തീർച്ചയായും ഇടതുപക്ഷം ഈ പറഞ്ഞ വലിയ സീറ്റൊന്നും ഇല്ലെങ്കിലും മികച്ച ഒരു മൂന്നാം ടൈമും
ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പറഞ്ഞ ഗിമ്മിക്കുകളും വെറുതെ തട്ടിപ്പുകളൊക്കെ വെറുതെ ആളുകൾ വെറുതെ പടച്ചു വിടുന്നതാണ്. ഈ വികസനം ആരെങ്കിലും ഒരു ചാനലുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ആരും കാണിക്കുന്നില്ല. ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു അത് തന്നെ എടുത്ത് കാണിക്കും. നല്ലൊരു വികസനം ഈ സംസ്ഥാനത്ത് എത്ര മാറ്റങ്ങൾ വന്ന് ആരെങ്കിലും ചാനലുകാർ കാണിക്കുന്നുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരും അതിൻ്റെ ചാനലുകളും മാത്രം കാണിക്കും. പെൻഷൻ മുടങ്ങിയിട്ട് പോലുമില്ല. 2000 രൂപ ഇപ്പോഴും ആൾക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഈ മാസം വന്നിട്ടുണ്ട്. ഏറ്റവും മികച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ അടക്കം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് മാറാനാണ് സാധ്യത. മാറണം എന്നാണ് ആഗ്രഹം. മാറണം എന്നാണ് ആഗ്രഹം. LDF തുടരുമോ അതോ മാറോ? തുടരും, ഉറപ്പാണ്. അത്രയും നല്ല ഭരണം. വികസനങ്ങൾ കാണാനുണ്ടല്ലോ, ഒരുപാട് കാണാനുണ്ട് വികസനങ്ങൾ. പിന്നെ ഇതിനെ മാറ്റിവെക്കേണ്ട ആവശ്യം കാണുന്നില്ല. ഒന്നും നേരല്ല, പാർട്ടി മാണ്ടി മാത്രമേ ഉള്ളൂ. കക്കുക മുടിക്കുക അത് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു മരുവനുമായിട്ട് പോവാണ് LDF. സംസ്ഥാനത്ത് എന്തായാലും ഭരണം മാറുന്നാണോ? 100% സംശയമില്ല. സംസ്ഥാനത്തിന് ഭരണം മാറ്റാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഭരണം എന്താ വെച്ചാ മാറണേ മാറിക്കോട്ടെ, മോശമല്ല. ഈ ഒരു സമയം വരെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ എടുത്തു പറയാൻ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിലേറെ മറ്റ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയപരമായിട്ട് തന്നെയാണ് പറയുന്നത്, അങ്ങനെ വിചാരിക്കേണ്ട. അതായത് എല്ലാ ആളുകളും എനിക്ക് ബന്ധമുള്ളതാണ്, കമ്പനി ഉള്ളതാണ്. അപ്പോൾ പൊതുവെ നമ്മൾ കൂടി പറയുമ്പം മാറണം, ഭരണം UDF ഭരണം, മൊത്തത്തിൽ തന്നെ ഭരണം തന്നെ മാറണം എന്നുള്ളതാണ് എല്ലാവരെയും ഒരു കാഴ്ചപ്പാട്. സംസ്ഥാനം ഏകദേശം ഒരു 90 സീറ്റിൽ LDF അധികാരത്തിൽ വരും, 3ാം തവണയും വരും. അല്ലല്ല, ഞാൻ പാർട്ടിയൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണോ? തീർച്ചയായിട്ടും. എന്താണ് സർക്കാരിൻ്റെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത്? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാവുന്നല്ലോ. 10 വർഷമായതുകൊണ്ടൊന്ന് മാറട്ടെ എന്നുള്ളതാ? തീർച്ചയായിട്ടും അത് വേണം. അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് തന്നെ അറിയാത്ത കുഴപ്പമില്ലായിരുന്നു. LDF ജയിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ പല പുരോഗതിയും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കം ഒന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ പെൻഷൻ 1600 ഉള്ളത് 2000 ആക്കി. അപ്പോൾ അതിൻ്റെ മുമ്പ് കൂട്ടിയിട്ടുണ്ട്. മനസ്സിലായിണോ? മാറും. സർക്കാർ അത്രയും മോശമാണോ? കാര്യം മോശം എന്ന് പറഞ്ഞാൽ ഈ 2 പ്രാവശ്യത്തെ ഭരണം മോശം തന്നെയാണ്. മോശം എന്നുള്ളതല്ല, ഇനി മോശമായാലും ഗുണമായാലും ഈ പ്രാവശ്യം എന്തായാലും മാറും, ഉറപ്പാണ്. മാറാൻ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ ഭരണം ഉണ്ടാവുമ്പോഴാണല്ലോ മണ്ഡലത്തിലും അതിന് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ പ്രതീക്ഷിക്കുക. മികച്ച ഭരണത്തിൽ മരണം കുഴപ്പമില്ല, പക്ഷേ എന്നാലും ചില പോരായ്മകളൊക്കെ എന്നാലും ഉണ്ടാവുമല്ലോ, അത് ഉണ്ട്. UDF തന്നെ വരുള്ളൂ. അത് 10 കൊല്ലം ജോലി ഭരിക്കണേ, എന്നാളെ UDF വരുന്നു ഉറപ്പന്നെ. ഭരണം മോശമാണോ? മോശമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും 10 കൊല്ലമായില്ലേ. തുടർ ഭരണം അടുക്കൊണ്ടൊക്കെ മാറണമല്ലോ. UDF വരും. മിക്കവാറും LDF ഞാൻ വരാൻ സാധ്യത തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ലാന്നാണോ? ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട്, പക്ഷേ ഭൂരിപക്ഷം അവർക്കായിരിക്കും. നല്ല അഭിപ്രായം ഭരണത്തിനെ പറ്റി നല്ലത് അത്ര അഭിപ്രായമൊന്നുമില്ല. എന്താ പ്രശ്നമായിട്ട് തോന്നിയെന്താ? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. എന്തായാലും മാറണം എന്നൊരു അഭിപ്രായമുള്ളത്. മാറിയിട്ടിപ്പം എന്താ ഇപ്പം എന്നുള്ളതാണല്ലോ. ഇപ്പോൾ മേൽക്കൈ UDFനൊപ്പം ഉള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിനെ പറ്റി ആൾക്കാർ ഒരു വിലയിരുത്തലൊക്കെ നടത്തിയപ്പോൾ ജനങ്ങൾ പറയുന്നത് ഇപ്പോൾ അതാണ്, UDF നല്ല വിജയം ഉണ്ടാവും, നല്ല മുന്നേറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. സർക്കാരിൻ്റെ ഒരു പരാജയമായിട്ട് കാണുന്നത് എന്താ? സർക്കാരിൻ്റെ വികസന പരിപാടിയാണ്, ഒരു കാര്യമായിട്ടുള്ള ഒരു തൊഴിൽ സംരംഭക പരിപാടി ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ ജനങ്ങൾ പോലിങ്ങനെ കടലാസിലിങ്ങനെ പറയാന്നല്ലാതെ കാര്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വികസനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ വികസനങ്ങൾ ഒരുപാട് നടന്നല്ലോ. അത് LDF സർക്കാരിൻ്റെ ഒരു മേന്മയായിട്ട് തന്നെ ജനങ്ങളെല്ലാവരും കാണുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഇല്ല. നല്ല ഭരണം കാഴ്ചവെക്കുന്നവരും പിന്നെ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ഭരണം തന്നെയാണ്, എല്ലാ മേഖലയിലും നല്ല ഭരണമായിട്ടാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് ഭരണം മാറുമോ തുടരുമോ? മാറാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്.